ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ഉപനയന ചാനലുകാർക്കും സ്വാഗതം, പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ ചാനലിൽ ഓരോ ദിവസത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2025 പൊതുവിൽ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അപഗ്രഥിച്ചതിന് ശേഷം ചിന്തിച്ച ശേഷം ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസം അത്ര അനുകൂലപ്രദമല്ല എന്ന് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശനി സർപ്പയോഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാര്യം ശനി സ്വക്ഷേത്രവും മൂലത്രികോണക്ഷേത്രവുമായിരിക്കുന്ന കുംഭം രാശിയിൽ നിന്ന് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലേക്ക് മാർച്ച് മാസം 29-ാം തീയതി എത്തപ്പെടുന്നു. അപ്രകാരം ശനിസർപ്പയോഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചതുർഗ്രഹയോഗ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജനുവരി മാസം 27-ാം തീയതി മുതൽ മെയ് മാസം 31-ാം തീയതി വരെ 4 മാസം മാളവ്യയോഗം ഭവിക്കുന്നു. അതോടൊപ്പം പരിവർത്തന യോഗവും ഭവിക്കുന്നു. പരിവർത്തന യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ക്ഷേത്രമായിരിക്കുന്ന, സ്വന്തം വീടായിരിക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ സ്വന്തം വീടായിരിക്കുന്ന ആ വീട്ടിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിൽക്കേണ്ട ഗ്രഹം തിരിച്ച് ഈ ഗ്രഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പരസ്പരം ഗ്രഹങ്ങൾ പരിവർത്തനം ചെയ്ത് നിൽക്കുന്നു, മാറിയും തിരിഞ്ഞും നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. വീടുകൾ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ രാശികൾ മാറി നിൽക്കുന്നു. അപ്പോൾ ഈ പരിവർത്തന യോഗം തന്നെ പരിവർത്തനയോഗമുണ്ട്. അത് ഗുണദോഷ സമ്മിശ്രമാണ്. മഹാപരിവർത്തന യോഗം ഏറ്റവും അനുകൂലതയുള്ളതാണ്. പിന്നെ ദൈന്യ പരിവർത്തന യോഗമുണ്ട്. ദൈന്യ പരിവർത്തന യോഗം തടസ്സങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇതിൽ തന്നെ മാളവ്യയോഗം വരുന്നു, പരിവർത്തന യോഗവും വരുന്നു. മാളവ്യയോഗം ശുക്രനെ കണ്ടാണ് പറയുന്നത്. ശുക്രൻ്റെ സ്വക്ഷേത്രങ്ങൾ തുലാം രാശിയും ഇടവം രാശിയുമാണ് ശുക്രൻ്റെ സ്വക്ഷേത്രം. ശുക്രൻ്റെ ഉച്ചരാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. അപ്പോൾ ഉച്ചരാശിയായിരിക്കുന്ന മീനം രാശിയിലേക്ക് ശുക്രൻ എത്തപ്പെടുകയും വ്യാഴം ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ഇടവം രാശിയിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു. അത് പരിവർത്തന യോഗമാണ്. അതോടൊപ്പം മാളവ്യയോഗവും ഭവിക്കുന്നു. ശുക്രനെ കണ്ട് ശുക്രൻ കേന്ദ്രസ്ഥാനമായ 1, 4, 7, 10 എന്നീ ഭാവങ്ങളിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് മാളവ്യയോഗത്തിൻ്റെ കൂടുതൽ അനുകൂല ഫലങ്ങൾ ലഭ്യമാകുക. ശുക്രനെ കണ്ട് കളത്രകാരകനാണ് ശുക്രൻ. കളത്രം, ശയനം, കാമം, കവിത്വം, ഭോഗം, സുഖം. ശുക്ല വസ്ത്രഞ്ച മന്ത്രിത്വം ശുക്രാൽ ഗീതം പശുക്കളും എന്ന കളത്രകാരകനാണ്. കളത്രം, ശയനം, കാമം, കവിത്വം, ഭോഗം, സുഖം. ശുക്ല വസ്ത്രഞ്ച മന്ത്രിത്വം ശുക്രാൽ ഗീതം പശുക്കളും എന്ന. അപ്പോൾ ഇന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാരെ പറ്റിയാണ്. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം. ഇവരെ സംബന്ധിച്ചിപ്പോൾ ഇവർക്ക് കണ്ടകശനി നടക്കുകയാണ്. പല രീതിയിലുള്ള തടസ്സങ്ങളായിരുന്നു കഴിഞ്ഞ 2 വർഷവും 2 മാസവുമായിട്ട്. വേണ്ട രീതിയിലുള്ള അനുകൂലതകൾ പലതും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. ഇനി ഈ 4 മാസം, വരുന്ന 4 മാസം എപ്രകാരമെന്നാണ് പറയുന്നത്. സൂര്യനാണ് ചിങ്ങം രാശിയുടെ അധിപൻ. സൂര്യനെ കണ്ട് നമ്മൾ ആത്മകാരകനാണ് സൂര്യൻ, പ്രാണകാരകനാണ് സൂര്യൻ. പിതൃകാരകനാണ് സൂര്യൻ. അച്ഛനും ദേവനും രാജാവാത്മാവും പ്രാണൻ അസ്ഥികാരകനാണ്. വൈദ്യകാരകനാണ്. വൈദ്യ ജ്യോതിർദിവാനിത്യം ദിക്കുമോർക്കേണ ചിന്തയേൽ. ഇങ്ങനെ അച്ഛൻ, ദേവൻ, രാജാവ്, ആത്മാവ്, പ്രാണൻ, അസ്ഥി, ഇതിൻ്റെയൊക്കെ കാരകത്വം സൂര്യനുണ്ട്. അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഇവർ ശുദ്ധ മനസ്കരാണ്. പലർക്കും സഹായങ്ങൾ ചെയ്യും. ഇവർക്ക് അധികം കള്ളം പറയുന്ന സ്വഭാവം ഇവർക്കില്ല. എന്നാൽ എത്ര ശത്രുക്കളാണെങ്കിൽ പോലും ആ ശത്രുത മറന്ന് ശത്രുക്കളോട് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം കണ്ട് പല വൈഷമ്യങ്ങളും ഇവർക്കറിയാതെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എന്തും തുറന്നു പറയും. ശുദ്ധ മനസ്കരാ. അതിൻ്റേതായ രീതിയിലുള്ള വൈഷമ്യങ്ങളും ഇവർക്കുണ്ടാകും. എന്നാൽ ഇവരെ പലരും മനസ്സിലാക്കാത്ത സാഹചര്യവും ഉണ്ടാകും. കയ്യിലെത്തി പലതും നഷ്ടപ്പെടുകയും ചെയ്യും. ഇവരുടെ കഴിവിനനുസരിച്ച് എല്ലാം നേടിയോയെന്ന് ചോദിച്ചാൽ അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ല എന്നൊരു തോന്നൽ വാർദ്ധക്യകാലത്തൊക്കെ ചിന്തിക്കുന്ന സാഹചര്യവും ഉണ്ടാകും.
എന്നാൽ അപാരമായ ബുദ്ധിയും കഴിവും പ്രാപ്തിയുമുള്ളവരുമാണ്. ഒന്നിലധികം തൊഴിലറിയാവുന്നവരായിരിക്കും ഇവർ. അങ്ങനെയും പ്രത്യേകതയുണ്ട്. പിന്നെ ഒരാളുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഈ നാലുകാർക്കുണ്ട്. ഇതിൽ തന്നെ മകം നക്ഷത്രം ജനിക്കുന്നത് കേതുർദശയിലാണ്. പൂരം നക്ഷത്രം ശുക്രദശയിലാണ് ജനിക്കുന്നത്. ഉത്രം നക്ഷത്രം ആദിത്യ ദശയിലാണ് ജനിക്കുന്നത്. കേതു ദശാകാലം പറയുമ്പോൾ കേതുർദശ, ശുക്രദശ, അത് കഴിഞ്ഞ് ആദിത്യ ദശ 6 വർഷം, ശുക്രദശ 20 വർഷം, കേതുർദശ 7 വർഷം, അത് കഴിഞ്ഞ് ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വാദശ 7 വർഷം, രാഹുർദശ 18 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം. ഇങ്ങനെയാണ് ദശാകാലം പോവുക. ഇനി വ്യാഴത്തിനെ സംബന്ധിച്ച് ബുധൻ ശുക്രൻ ശത്രുക്കളും ശനി മധ്യമനും മറ്റ് ഗ്രഹങ്ങൾ ബന്ധുക്കളുമാണ്. ശുക്രനെ സംബന്ധിച്ച് ബുധൻ ശനി മിത്രങ്ങളും കുജൻ സമനും, കുജശുക്രന്മാർ സമന്മാരും സൂര്യചന്ദ്രന്മാർ ശത്രുക്കളുമാണ്. അപ്പോൾ ഈ മാളവ്യ യോഗത്തിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ശുക്രൻ ചെന്ന് നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്, അഷ്ടമത്തിലാണ്. അപ്രകാരം ചെന്ന് നിൽക്കുന്നത് കൊണ്ട് അറിയാതെ കലഹങ്ങളുണ്ടാകാം. ദാമ്പത്യപരമായിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് കലഹങ്ങളുണ്ടാകാതെ സൂക്ഷിക്കണം. വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തോന്നലുണ്ടാകാം. മനസ്സംഘർഷങ്ങളുണ്ടാകാം. കയ്യിലെത്തി പലതും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകാം. അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ, അതോടൊപ്പം ഭാര്യ, സന്താനങ്ങൾ ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനപരമായ ചില അമിതമായ ചെലവുകൾ വന്ന് ഭവിക്കാം. എന്നാൽ വ്യാഴത്തിൻ്റെ സ്ഥിതി 10ാം ഭാവത്തിലായതുകൊണ്ട് പല കാര്യങ്ങളെയും പരസഹായം കൊണ്ട് അതിജീവിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സന്ദർഭമുണ്ടാകും. പുതിയ തൊഴിൽ കണ്ടെത്തണം എന്നാഗ്രഹിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് അനുകൂലമായ ഒരു സന്ദർഭമുണ്ടാകും. ഈശ്വര കടാക്ഷം കണ്ട് കണ്ണിൽ കൊള്ളാനുള്ളതെല്ലാം പിരിയത്ത് തട്ടി മാറും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എന്നാൽ കഴിവിനനുസരിച്ചുള്ള ധനം വന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാവാം. പിന്നെ ക്രയവിക്രയങ്ങൾ മുടങ്ങിക്കിടന്നവർക്ക് അതൊക്കെ അനുകൂലമാകുന്ന ഒരു സന്ദർഭവും ഉണ്ടാകും. പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാദേവന് പാലഭിഷേകം നടത്തുക, വെള്ളച്ചോറ് നിവേദ്യം നടത്തുക, ത്രിയംബക മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക. പേരും നാളും പറഞ്ഞ് പാപം മോചന മോചന, ശാപം മോചന മോചന, ശത്രും മോചന മോചന, ഓം ത്രിയംബകേ ജാമകേ സുഗന്ധിം പുഷ്ടിവർദ്ധനം, ഉർവാരുഖമിഹ ബന്ധനാം മൃത്യോർമുക്ഷിയെ മാമൃതാൽ. ഇങ്ങനെ ത്രിയംബക മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക. പിന്നെ ഒരുപാട് പരിഹാരങ്ങൾ നടക്കുന്നു. 101% ഫലപ്രാപ്തി ഉണ്ടാകാറുണ്ട്. വേണ്ട രീതിയിലേ പരിഹാരം ചെയ്യും. അപ്പോൾ ഒരാൾ ചോദിച്ചു, തിരുമേനി പരിഹാരത്തിനൊക്കെ ഒരുപാട് നമ്മളിപ്പോൾ ഒരു ഗണപതിയോം നടത്തണമെങ്കിൽ ഒരു നാളികേരവും ശകലം തൊണ്ടും ഒരു വിളക്കും കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗണപതിയോം നടത്താം, അല്ലേ? വെറും 10, 50, 100 രൂപയാവത്തുള്ളൂ ശകലം പൂവുണ്ടെങ്കിൽ. എന്നാൽ ഇതേ ഗണപതി ഹോമം അവല്, മലര്, ശർക്കര, പഴം, കദളിപ്പഴം, നെയ്യ്, തേന്, കരിമ്പ്, അത്തി, ഇത്തി, പേര, ഇത് അത്തി ഇത്തി എല്ലാം, അത്തി ഇത്തി പേരാലല്ല, അത്തി ഇത്തി, കരക, ഇതൊക്കെ ഹോമിച്ച് മുക്കൂറ്റി നെയ്യിലൊക്കെ മുക്കി ഹോമിച്ച് വേണ്ട രീതിയിൽ നടത്താം. ഇതേ ഗണപതി ഹോമം നമുക്ക് 500 നടത്താം, ഇതേ ഗണപതി 1000 നടത്താം, ഇതേ ഗണപതി 5000 നടത്താം, ഇതേ ഗണപതി 10,000. അപ്പോൾ നമ്മൾ എത്രമാത്രം വിപുലമായി നടത്തുന്നു അത്രയും പേരും നാളും പറഞ്ഞ് ഒരു സംഖ്യ സിദ്ധി ചെയ്ത് ഹോമിക്കാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി പിന്നെ ദേഹശുദ്ധി, ശംഖുപൂരണം, ആത്മാരാധന, പീഠപൂജ, മൂർത്തിപൂജ, പ്രസന്നപൂജയൊക്കെ ചെയ്ത് വേണം ഓരോ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ ചെയ്യാനുള്ളത്. ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ അതോടൊപ്പം ഷഷ്ഠിവ്രതം എടുക്കുന്നത് അനുകൂലപ്രദമായിരിക്കും. സുബ്രഹ്മണ്യസ്വാമിക്കാണ് ഷഷ്ഠിവ്രതം പ്രാധാന്യം. ഓം വജൽഭുവേ നമ എന്ന ശരവണഭവ മന്ത്രം സുബ്രഹ്മണ്യസ്വാമിയുടെ മൂലമന്ത്രം ജപിക്കുന്ന അനുകൂലമായിരിക്കും. അതോടൊപ്പം ഭാഗ്യസൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്ന അനുകൂലമായിരിക്കും. ഓം പ്രാതരജ്ഞം പ്രാതരേന്ദ്രം ഹവാമഹേ പ്രാതർമിത്ര വരുണ പ്രാതരശ്വിന പ്രാതർഭകം ഭൂഷണം ബ്രഹ്മണസ്പതിം പ്രാതർസോമ രുദ്രം, ഇങ്ങനെയുള്ള ഭാഗ്യസൂക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്ന അനുകൂലമായിരിക്കും.
ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ 21, 23, 35 യഹോവ നിൻ്റെ ഇടയനാവുന്നു നിനക്ക് ആ സങ്കീർത്തനം ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ ഒരു മെഴുകുതിരി കത്തിക്കുക. മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ, അസർ, മഹരിബ്, ഇശാഖ്, സുബഹി ഈ 5 നിസ്കാരവേളയിലും 25ാമത്തെ ദിക്കർ ചൊല്ലുകയും ഇശാഖിൻ്റെ സമയത്ത് ഖുർആനിൽ മുസായഫിൽ സൂറത്തുൽ അൽ-ബഖറയിൽ ലാ ഇല്ല എന്നുള്ള ആയത്ത് കുറിച്ച് ഓതുന്നതും അനുകൂലപ്രദമായിരിക്കും. ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ, ഭരദേവതകൾ, മേൽക്കാവിലമ്മ, കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇതാ പറയാനുള്ളത്.